നിങ്ങൾക്ക് ഈ രാജ്യത്ത് എവിടെയും വോട്ട് ചേർക്കാം, നിയമാനുസൃതം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന നോംസ് ഉണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ ജനപ്രാതിനിധ്യ നിയമമുണ്ട്. ആ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് 6 മാസം ഒരു സ്ഥലത്ത് നിങ്ങൾ സ്ഥിരമായി താമസിക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്കൊരു മേൽവിലാസമുണ്ടെങ്കിൽ, അത് റെന്റൽ ബിൽഡിംഗ് ആയാൽ മതി, അവിടെ ഒരു മേൽവിലാസമുണ്ടെങ്കിൽ ആ മേൽവിലാസത്തിൽ നിങ്ങൾക്ക് വോട്ടവകാശത്തിന് അപേക്ഷ കൊടുക്കാം. തൊട്ടടുത്ത താമസക്കാരൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇത്രയേ വേണ്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 6 തിരിച്ചറിയൽ രേഖയുണ്ട്. അതിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവുകയും 6 മാസം നിങ്ങളൊരു സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് ഇവിടെയും നിങ്ങൾക്ക് വോട്ട് ചേർക്കാം. എനിക്ക് കാശ്മീരിൽ പോയി ചേർക്കാം, കാശ്മീരുകാരൻ ഇവിടെയും ചേർക്കാം. വീട്ടുടമസ്ഥൻ അറിയാതെയാണെന്ന് പറഞ്ഞു. അതൊക്കെ CPM-കാർ ചേർത്ത കള്ളവോട്ടാണ്, ഞങ്ങൾ ചേർത്തല്ല. ജയസാധ്യതയുള്ളിടത്ത് ഞങ്ങൾക്കൊരു 6 മാസം പോയി താമസിക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ എന്താ ബുദ്ധിമുട്ടെന്ന്? അങ്ങനെ ഇപ്പം എല്ലാ സ്ഥലത്തും പോയി താമസിക്കാതെ ഇതൊക്കെ പ്രായോഗികമല്ലല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ തൃശ്ശൂരിൽ എവിടുന്ന് വോട്ട് ചേർത്തെന്നാണ് പറയുന്നത്? തൃശ്ശൂർക്കാരുടെ വോട്ടാണ് ചേർത്തത്. അവിടെ പ്രവർത്തിക്കുന്ന 4 or 5 പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ തൃശ്ശൂർകാരാണ്. ആ മണ്ഡലത്തിലുള്ള മുഴുവൻ വോട്ടും ഞങ്ങൾ ചേർക്കും. അതെങ്ങനെ അവിടുത്തെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യണ്ടേ? അങ്ങനെ ചേർക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ സാധിച്ചോ? BJP എനിക്കറിയില്ല. BJP അങ്ങനെ മറ്റൊരു സ്ഥലത്ത് ആളുകളെ കൊണ്ടുപോയി വോട്ട് ചേർപ്പിക്കുന്ന പരിപാടി BJPക്കില്ല. അവരവരുടെ മണ്ഡലത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട്, നിയമപ്രകാരം വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണ്ടേ? ഇവർ ചൂണ്ടിക്കാണിക്കട്ടെ അങ്ങനെ വോട്ട് ചേർത്ത്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. BJP ചൂണ്ടിക്കാണിച്ചു. CPM-ന്റെ 2 നേതാക്കന്മാർ ഇങ്ങനെ വോട്ട് ചേർത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വാദമുഖങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾ രേഖകൾ ഹാജരാക്കിയപ്പോൾ. അതിന്റെ വിവാദം ഇനിയും കഴിഞ്ഞിട്ടില്ലേ? എത്ര ദിവസം നിങ്ങളിത് കൊണ്ടു നടക്കും? അതാണ് ഈ രാജ്യത്തെ നിയമം. ഈ രാജ്യത്തെ നിയമം അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് എവിടെയും പോയി വോട്ട് ചേർക്കാം. അതിന് നിയമം തടസ്സപ്പെടുത്തുന്നില്ല. ഈ പറഞ്ഞ കണ്ടീഷൻസ് വേണം. അല്ലാതെ എനിക്കൊരു സ്ഥലത്ത് പോയി വോട്ട് ചേർക്കാൻ സാധിക്കില്ല, ഞാൻ അവിടെ താമസിക്കാതെ. അത് ഞങ്ങളെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ. BJP ഇപ്രാവശ്യം വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വോട്ട്. ഞങ്ങൾ അങ്ങനെ പലരെ ആദരിക്കും. വോട്ട് ചേർത്തവരായിരിക്കും. ഏറ്റവും കൂടുതൽ മൻ കി ബാത്ത് പരിപാടി നടത്തിയവരായിരിക്കും. ഏറ്റവും കൂടുതൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയവരായിരിക്കും. അത് ഞങ്ങളുടെ സംഘടനാ രീതിയല്ലേ. ഈ ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത് എനിക്കറിയില്ലല്ലോ. വേണ്ടി വന്നാൽ ചേർക്കുമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് നിയമപരമായ തടസ്സമില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ സർ. നിങ്ങൾ തൃശ്ശൂരിൽ ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും വോട്ട് ചേർത്തായിട്ട് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ ഇല്ലേ? അവിടെ ഇലക്ഷൻ, അവിടെ വോട്ട് ചെയ്യണ്ടേ? അമെൻമെന്റ് ഉണ്ടാക്കിയത് MV ഗോവിന്ദന്റെ പാർട്ടി കൂടി പിന്തുണച്ച UPA ഗവൺമെന്റാണ്. അപ്പൊ അവരോട് പോയി ചോദിക്കാൻ പറ. ഞങ്ങളല്ലല്ലോ ഉണ്ടാക്കിയത്, അവരല്ലേ ഉണ്ടാക്കിയത്. ഇപ്പം നാം നടപ്പിലാക്കുന്ന ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അമെൻമെന്റ് പാർലമെന്റിൽ കൊണ്ടുവന്ന UPA ഗവൺമെന്റ് കാലത്താണ്, ഞങ്ങളല്ല. ഓക്കെ. കേരളത്തിന്റെ തീരദേശങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ട്. കേരളത്തിൽ തീവ്രവാദ സംഘടനകളോട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന മൃദു സമീപനത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. അതുകൊണ്ട് കേരളം സുരക്ഷിതമാണ് എന്ന അഭിപ്രായം ആർക്കും ഇല്ലല്ലോ. കേരളത്തിൽ ജീവിക്കുന്നവർക്കും ഇല്ലല്ലോ.
ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടില്ല. അതിന് ഒരേ ഒരു വഴി ദേശീയ ഗവൺമെന്റ് വരണം, BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് വരണം. 2026 ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാവണം. അതിന്റെ തുടക്കമാണ് 2025 നിയമസഭ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. അതാണ് ഞങ്ങളോട് അമിത്ഷാജി പറഞ്ഞത്. ഈ പ്രശ്നത്തിന് ഞങ്ങൾ കേരളത്തിലെ വിവിധ വിഷയങ്ങൾ അമിത്ഷാജിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങൾക്കുള്ള ഏക പരിഹാരം 2026 കേരളത്തിൽ BJP ഗവൺമെന്റ് വരികയെന്നാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് അമിത്ഷാജി പറഞ്ഞത്. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് വികസന അജണ്ടയേ ഉള്ളൂ. ഞങ്ങൾ രാജ്യം മുഴുവൻ വികസന അജണ്ട വെച്ച് വോട്ട് പിടിക്കുന്നവരാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ് പിടിക്കുന്നത്. അമിത്ഷാജിയുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ തയ്യാറാക്കിയതാണ്. അതെ, ഇന്ത്യയിൽ എല്ലായിടത്തും BJP ജയിച്ചിട്ടുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷനിലൂടെയാണ് നിയമസഭയിലേക്ക് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഗ്രാസ് റൂട്ടിൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അല്ലാതെ പലരും പറയും പോലെ മാജിക്കായി വന്നല്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ ലോക്കൽ തലത്തിൽ കഷ്ടപ്പെടുത്ത് പ്രവർത്തിച്ചിട്ടാണ് അവർ ജയിച്ചത്. കേരളത്തിലും അതേപോലെ ശ്രദ്ധിക്കും. കേരളത്തിലും ഷോർട്ട് കട്ട് ഒന്നുമില്ല എന്ന് അമിത്ഷാജി പറഞ്ഞിട്ടുണ്ട്. ജയിക്കാൻ ഒരു ഷോർട്ട് കട്ടുമില്ല, അത്യധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് ജയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മെസ്സേജാണ് ഇന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങൾക്കോ? ഞങ്ങൾക്ക് നല്ല കണക്കുണ്ട്. ഞങ്ങൾക്ക് എന്താ കണക്കുറവ്? ഞങ്ങളുടെ കണക്കും തെറ്റാറില്ല, കണക്ക് കൂട്ടലും തെറ്റാറില്ല. ചെറിയ അതെ, അത് മറികടക്കുമല്ലോ. ഞങ്ങൾ തോൽപ്പിക്കാനുള്ള ശ്രമമാണല്ലോ നടുകൂട്ടം നടത്തുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ അതിനെയും അതിജീവിക്കും. എല്ലാ രഹസ്യങ്ങളും നിങ്ങളോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന രഹസ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ബാക്കി കുറച്ച് കിടക്കട്ടെ. ഞങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞുതരാം, ജയിച്ചു കഴിഞ്ഞിട്ട്.